ഹലോ, വെൽക്കം ബാക്ക് ടു മോംസ് ഡെക്കൻ. നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു മെയിൻ പ്രോബ്ലമാണ് പെസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് ക്ഷുദ്രജീവികൾ എന്ന് പറയും. പല്ലി, പാറ്റ, കൊതുക് അങ്ങനെയുള്ളത്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ കറക്റ്റ് സമയത്ത് നമ്മൾ ഇതിനെയൊക്കെ റിമൂവ് ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം നമ്മുടെ ഹെൽത്തിനെ ബാധിക്കാറുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെ ഈ പെസ്റ്റിനെ, കൊതുക്, പാറ്റ, പല്ലിയെ എങ്ങനെ കുറച്ച് സിമ്പിളായി എഫക്റ്റീവായിട്ടുള്ളൊരു കുറച്ച് വഴികളിലൂടെ എങ്ങനെ ഇതിലേക്ക് അവോയ്ഡ് ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ കിച്ചൺ എപ്പോഴും നമ്മൾ കബോർഡ് ചെയ്യുമ്പോൾ അവരോട് പ്രത്യേകം പറയണം, താഴ്ഭാഗത്ത് കവർ ചെയ്യുന്ന രീതിയിലുള്ള മീൻസ് തറയും ഇതുകൂടെ കവർ ചെയ്യുന്ന രീതിയിൽ വേണം അത് ഹൈഡ് ചെയ്യാൻ. കാരണം അതിനകത്ത് പാറ്റകൾ കയറി ഒളിച്ചിരിക്കാൻ സാധ്യത കാണും. നെക്സ്റ്റ് നമ്മുടെ ബാത്റൂമിലും പിന്നെ ഈ കിച്ചണിലും ഒക്കെ നമ്മൾ ഡ്രെയിനേജ് ഏരിയ ആണ്, അതെപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കണം. പലതരത്തിലുള്ള ഡ്രെയിനേജസ് ഇതുപോലെ സ്റ്റെപ്പ് ആയിട്ടുള്ളതും കിട്ടും, അല്ലാതെ നോർമലായിട്ടുള്ളതുണ്ട്. ഞങ്ങളുടെ വീട്ടിലുള്ളത് ഇതാണ്. ഇതിനകത്ത് എല്ലാത്തിനും അടപ്പുണ്ട്. അപ്പോൾ അടപ്പുള്ള ഡ്രെയിനേജ് എപ്പോഴും ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഈ ഹോളിൻ്റെ അകത്തൂടെയൊക്കെ പാറ്റ നമ്മളെ റൂമിലോട്ട് കയറും. നമ്മളെപ്പോഴും കിച്ചൺ നൈറ്റ് നല്ല കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിടണം. എപ്പോഴും നല്ല വെറ്റായിട്ട് വെറ്റെല്ലാം മാറ്റി അത് നല്ല ഡ്രൈ ആക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. എപ്പോഴും നിങ്ങൾ ആ കൗണ്ടർ ടോപ്പിൽ മാക്സിമം പാത്രങ്ങളൊന്നും വയ്ക്കാതെ അതെല്ലാം തിരിച്ച് അതിൻ്റെ പൊസിഷനിൽ കൊണ്ടുവയ്ക്കാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ലിസാർഡിൻ്റെ വീഡിയോയിലും ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ട്. നനവ് ഒരിക്കലും കൗണ്ടർ ടോപ്പിൽ മാക്സിമം അവോയ്ഡ് ചെയ്യണം. എല്ലാം തുടച്ച് നല്ല വൃത്തിയാക്കി നമ്മൾ ഇടണം. ഏറ്റവും ലാസ്റ്റ് തന്നെ നമ്മൾ വിനെഗറിൻ്റെ ആ മിക്സ് ഒഴിച്ച് എല്ലായിടത്തും കൂടെ ഒന്ന് തുടച്ചിട്ടുന്നാൽ ഈ ഉറുമ്പ്, പല്ലി അതിൻ്റെയൊക്കെ ഈ വിനെഗറിൻ്റെ സ്മെല്ല് കാരണം അതൊക്കെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു സൊല്യൂഷനാണ്. ക്ലീൻ ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ ഒരിക്കലും വിനെഗർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഡയറക്റ്റ് ഉപയോഗിക്കാനും പാടില്ല. ഡയറക്റ്റ് നമ്മൾ വിനാഗിരി മാത്രം എടുത്ത് നമ്മൾ ടൈലിലൊന്നും ഒരിക്കലും സ്പ്രേ ചെയ്യാൻ പാടില്ല. അത് നല്ല ഈക്വലായിട്ട് മിക്സ് ചെയ്യണം. വാട്ടറും ഡിഷ് വാഷും ഉപയോഗിച്ച് വേണം നമ്മൾ അത് ക്ലീൻ ചെയ്യാൻ. ഇതേ ലിക്വിഡ് തന്നെ നമുക്ക് ടാപ്പിലും എല്ലാം തുടച്ച് എല്ലായിടത്തും വൃത്തിയാക്കാൻ പറ്റും. കിച്ചണിൽ ഫുള്ള് വിനാഗറിൻ്റെ ആ ലിക്വിഡിൻ്റെ ആ സൊല്യൂഷൻ മതി. നമുക്ക് എവിടെ വേണമെങ്കിലും, ഫ്രിഡ്ജ് ആവട്ടെ എവിടെ വേണമെങ്കിലും തുടച്ച് നമുക്ക് വൃത്തിയാക്കാം. എല്ലാം നമ്മൾ കിച്ചണിൽ നമ്മൾ എത്ര ചിമ്മിനിയൊക്കെ ഉണ്ടെങ്കിലും ഈ നമ്മൾ കിച്ചണിൽ ഫുഡിൻ്റെ പാർട്ടിക്കിൾസും അതിൻ്റെ ഒരു സ്റ്റീമിൻ്റെ പാർട്ടിക്കിൾസും ഒക്കെ ടൈലിലും തൊട്ടടുത്തുള്ള പാത്രങ്ങളിലും എല്ലായിടത്തും വരും. അപ്പം നമ്മളെല്ലാം ഒന്ന് തുടയ്ക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ആ ഇലക്ട്രോണിക് ഐറ്റംസും ഒക്കെ നല്ല വൃത്തിയായിട്ടൊന്ന് തുടച്ചു വെച്ചാൽ നല്ല ക്ലീൻ ആയിട്ടിരുന്നോളൂ. എപ്പോഴും നമ്മളങ്ങനെ ഡെയിലി ഇത് ചെയ്തു പോയാൽ നമുക്ക് നമ്മുടെ ആ ജോലി ഭാരവും കുറയും, എല്ലാം നല്ല ഭംഗിയായിട്ടും ഇരിക്കും. ഇങ്ങനെയുള്ള ജീവികളിൽ നിന്നൊക്കെ നമുക്ക് ഈ മിക്സിയൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട, മിക്സിയുടെ ആ ഇടയിലൊക്കെ അഴുക്കുകളൊക്കെ കാണാം. അപ്പോൾ ഡെയിലി ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കൂടുതൽ സമയം ലാഭീകരിക്കുക. അല്ല ഇതിനു വേണ്ടി മാത്രം നമുക്ക് എക്സ്ട്രാ ക്ലീനിങ്ങിൻ്റെ ആവശ്യമൊന്നും വരത്തില്ല. അപ്പോൾ ഡെയിലി ക്ലീൻ ചെയ്യുന്ന ആരും വിട്ടുപോകും. എന്നും നമ്മൾ കിച്ചണിൽ പണി കഴിഞ്ഞ ശേഷം ഈ തൂക്കുന്ന ആരും മറന്നു പോകരുത്. വൃത്തിയായിരിക്കും, എന്നാലും നമ്മളൊന്ന് ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് തൂത്ത് തുടച്ചൊക്കെ ഇട്ടിരുന്നാലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ തൂത്തുടക്കുന്ന സമയത്ത് ഞാൻ കബോർഡിൻ്റെ അവിടെ ഹൈഡ് ചെയ്ത് വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം ഈ പാറ്റ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഒളിച്ചിരിക്കത്തില്ല. ഒരിക്കലും ഫുഡൊന്നും തുറന്ന് വയ്ക്കാനേ പാടില്ല. ആ ഫുഡിൻ്റെ സ്മെല്ലടിക്കുമ്പോഴാണ് ഇതെല്ലാം ഇതിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു സ്മെല്ല് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് അകറ്റി ഫുഡ് ഒരിക്കലും തുറന്ന് വയ്ക്കാനേ പാടില്ല. എല്ലാം അടച്ച് തന്നെ സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ അടച്ച് നേരെ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുകയോ ചെയ്യണം. ഒന്ന് ക്ലീനായിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള എല്ലാം ലൂസ് അടപ്പുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഇടയിലൂടെ പല്ലിയും പാറ്റയൊക്കെ കയറിയിരിക്കാറുണ്ട്. നമ്മളെപ്പോഴും പാത്രങ്ങളെല്ലാം കഴുകി വയ്ക്കുമ്പോൾ ഇങ്ങനെ കഴുകി കമത്തി വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇതുപോലുള്ളൊരു ഡ്രെയിനേജ് ആയിട്ടുള്ള നെറ്റ് കാണുമല്ലോ എല്ലാവരുടെ വീട്ടിലും. അപ്പോൾ നമ്മളത് പാത്രങ്ങൾ എടുത്ത് കഴുകി കമത്തി വയ്ക്കണം എപ്പോഴും. അപ്പം വെള്ളവും ഊറിപ്പോകും. പിന്നെ ഈ പാറ്റയും പല്ലിയൊന്നും പാത്രത്തിനകത്തൊന്നും നക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. എപ്പോഴും നമ്മുടെ വേസ്റ്റ് നമ്മൾ ക്ലീൻ ചെയ്യാനല്ലേ, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഈ സിങ്കിൻ്റെ അടിഭാഗം. അവിടെ എപ്പോഴും പാറ്റ കാണാൻ ചാൻസ് ഉള്ളതാണ്. അപ്പം നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തിൽ അതും കൂടിയൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് അവിടെയും എപ്പോഴും സിങ്കിൻ്റെ അടിയിലൊക്കെ നമ്മൾ എത്ര തുടച്ചാലും ഒക്കെ ഒരു വെള്ളമയത്തിൻ്റെ ഒരു ഇത് വരും. എന്നാൽ നമ്മുടെ ഈ സ്ഥലം എന്ന് വെച്ചാൽ പത്തനംതിട്ട, അപ്പോൾ എല്ലായിടത്തും ഒരു മോയ്സ്ചർ കാണും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തുടച്ച് എടുത്താൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പാറ്റയൊന്നും ഒളിച്ചിരിക്കാനുള്ള സ്ഥലങ്ങളൊന്നും കാണത്തില്ല.
അപ്പോൾ ക്ലീനായിട്ടും ഇരിക്കും. വൃത്തിയായിട്ടിരുന്നാൽ ഈ പാറ്റയൊക്കെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്കുള്ളത് നമ്മുടെ വേസ്റ്റാണ് അല്ലേ. പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റും ഫുഡിൻ്റെ വേസ്റ്റും ഒക്കെ നമ്മൾ വേസ്റ്റ് ബിന്നിൽ ഇടാറുണ്ടല്ലോ. അതെപ്പോഴും നമ്മൾ അതൊക്കെ ഒന്ന് അടച്ച് തന്നെ സൂക്ഷിക്കണം. ഒരിക്കലും അത് തുറന്നു വയ്ക്കാനേ പാടില്ല. ഒരു അടപ്പുള്ള പാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടച്ച് തന്നെ. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഇതുപോലത്തെ വേസ്റ്റ് ബിന്നൊക്കെ അടപ്പുള്ളത് കിട്ടും. പക്ഷേ എൻ്റെ ആക്ച്വലി അതല്ല. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഒരു അടപ്പ് കീപ്പ് ചെയ്യാറുണ്ട്. നമ്മളെപ്പോഴും ഇത് കിച്ചണിലെ പണിയെല്ലാം കഴിഞ്ഞ ശേഷം ഈ വേസ്റ്റ് നമ്മൾ കെട്ടി വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എത്ര അടച്ചു വെച്ചാലും നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പാറ്റകൾ കയറാറുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ വേസ്റ്റ് ബിന്നെല്ലാം നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മുടെ ഉണക്കി വയ്ക്കാൻ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതും ഈ പാറ്റയിൽ നിന്ന് നമുക്ക് അതിൻ്റെ സ്മെല്ല്, എത്ര വേസ്റ്റ് പോയാലും അതിൻ്റെ സ്മെല്ലൊക്കെ എപ്പോഴും ആ വേസ്റ്റ് ബില്ലിൽ കാണും. പിന്നെ സിങ്ക് ക്ലീൻ ചെയ്യുന്ന ഒരിക്കലും ആരും വിട്ടുപോകത്തില്ല. അതെല്ലാവരും ക്ലീൻ ചെയ്യുന്നതാണ്. എന്നാലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞതന്നേ ഉള്ളൂ, സിങ്ക് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീനായി. പ്രത്യേകിച്ച് ആ സിങ്കിൻ്റെ ആ മധ്യത്തെ ഹോള് അത് നമ്മൾ ആ നെറ്റ് എടുത്ത് മാറ്റി അവിടെ ക്ലീൻ ചെയ്യണം. കാരണം ഈ വെള്ളം പോകുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെയൊക്കെ ഈ പാറ്റ വരാൻ ചാൻസ് ഉണ്ട്. അതെപ്പോഴും അടച്ച് സൂക്ഷിക്കുകയും വേണം. ഈ ലിഡ് ഇപ്പോഴത്തെ വാഷ് ബേസിലൊക്കെ ഇങ്ങനെ അടപ്പുണ്ടല്ലോ, അത് അടച്ച് സൂക്ഷിക്കുകയും വേണം. നമ്മളിതെല്ലാം കഴിഞ്ഞ ശേഷം ഇപ്പം ഡ്രെയിനേജൊക്കെ നമ്മൾ വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പലതരം ലിക്വിഡുകളൊക്കെ ഉണ്ട്. ഞാൻ ആക്ച്വലി അതൊന്നും ഉപയോഗിക്കുന്നില്ല. ഞാൻ കുറച്ച് സോഡാപ്പൊടി എപ്പോഴും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി എപ്പോഴും ഇടാറുണ്ട് കേട്ടോ. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ സോഡാപ്പൊടിയും വിനെഗറും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചും ഞാനിത് ഡ്രെയിനേജ് ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പം ഡെയിലി ഒരു ബേക്കിംഗ് സോഡയുടെ ഒക്കെ സ്മെല്ലടിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് പാറ്റയുടെ ഒക്കെ ഇത് പോകും. നെക്സ്റ്റ് നമുക്ക് ചെന്ന് ഡയറക്റ്റ് സ്പ്രേ അടിക്കുക. അതെപ്പോഴും നമ്മുടെ വാഷ് ബേസിൻ്റെ അടിയിൽ എന്തായാലും നമ്മൾ സ്പ്രേ അടിച്ച് നമ്മുടെ ആ നോബിൻ്റെ ഇടയിലും ഒക്കെ നമ്മൾ പാറ്റ കയറാൻ ചാൻസ് ഉള്ള എല്ലായിടത്തും ഈ സ്പ്രേ ഒന്ന് ഒത്തിരി അമിതമായിട്ടൊന്നും അടിക്കേണ്ട. ആവശ്യത്തിന് നമ്മളെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നമുക്കൊരു പരിധി വരെ പാറ്റയിൽ നിന്നൊക്കെ ഒരു ഇത് ഫോം വഴിയാണ് ഈ ബാത്റൂമിൻ്റെ ഇതിനും. അപ്പോൾ ഇത് ഞാൻ പ്രത്യേകം വെച്ചാൽ നമ്മൾ പത്തനംതിട്ടയാണ് സ്ഥലം. അപ്പോൾ എപ്പോഴും മോയ്സ്ചറിൻ്റെ ഒരു പ്രശ്നം വരും. അതുകൊണ്ട് ഞാൻ ഈ കബോർഡിൻ്റെ നോബിലൊക്കെ ഈ തുരുമ്പ് പോകുന്നുള്ള അതും കൂടെ ഞാൻ അടിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പാറ്റ പല്ലിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയെന്ന് വെച്ചാൽ നമ്മുടെ ഈ കിച്ചണിലും ടൈലിൻ്റെ ഇടയിലൊക്കെ എത്രയായാലും കുറച്ച് വിള്ളലൊക്കെ കാണും. അത് നമ്മൾ ഉണ്ടെങ്കിൽ അത് അടയ്ക്കാൻ നോക്കണം. നമുക്ക് വോൾ പുട്ടിയോ അല്ലെങ്കിൽ ഇപ്പം ഇതൊക്കെ അടയ്ക്കുന്ന പ്രത്യേക സാധനങ്ങളൊക്കെ ഉണ്ട്, അതിട്ട് അടച്ചാലും മതി. നമ്മുടെ ബേ ലീഫ്, അതായത് ഉണങ്ങിയ വയനയിലല്ലേ, അതൊരു നല്ലൊരു ബെസ്റ്റ് പോം വഴിയാണ് കേട്ടോ. അതിൻ്റെ ഉണങ്ങിയ ലീഫ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഓരോരുത്തടുത്തൊക്കെ വയ്ക്കാം. നമ്മൾ ഓരോ ഇതിലേക്ക്. പിന്നെ നെക്സ്റ്റ് പറയണം, നമ്മുടെ ഇതുപോലുള്ള ധാന്യങ്ങൾ കിട്ടും. പയർ, കടല, ഡേറ്റ്സ്, നട്ട്സ്, എല്ലാത്തിലും നമുക്ക് ഇതിൻ്റെ ഒരു ലീഫ് ഇട്ട് വെച്ചാൽ അത് വളരെ ഇങ്ങനെ ഇടയ്ക്കുള്ള ഈ പുഴുക്കളുടെ ശല്യമൊക്കെ മാറിക്കിട്ടും. വിനാഗിരി ഞാൻ എപ്പോഴും പറഞ്ഞു, വിനാഗിരി ഇട്ട് കിച്ചൺ ക്ലീൻ ചെയ്യണം. പക്ഷേ ഒരിക്കലും ഡയറക്റ്റ് വിനാഗിരി സ്പ്രേ ചെയ്യാൻ പാടില്ല. അത് നമ്മൾ മിക്സ് ചെയ്ത് വാട്ടറും ലിക്വിഡ് വാഷ് ഉപയോഗിച്ച് എന്നും രാത്രി കിടക്കുന്നതിന് മുന്നേ അതെല്ലാവരും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ വിനാഗറിൻ്റെ സ്മെല്ലെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ളൊരു പോം വഴിയാണ്. നല്ലവണ്ണം ഭിത്തിയിലും മീൻസ് നമ്മളെ വോളിലുമെല്ലാം ഒന്ന് നമ്മൾ തേച്ചിടണം. നെക്സ്റ്റ് ഒരു പോം വഴി എന്ന് വെച്ചാൽ പെപ്പർമിൻറ്റ്. ഈ പെപ്പർമിൻറ്റിൻ്റെ സ്മെല്ലൊന്നും ഈ ഉറുമ്പുകൾക്കും പാറ്റയ്ക്കും പല്ലിക്കൊന്നും ഇഷ്ടമല്ല. നമ്മളെപ്പോഴും സന്ധ്യ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് കൊതുകൊക്കെ കയറാതിരിക്കാൻ വേണ്ടി